ഈശ്വരശിഖയിലെ പ്രിയപ്പെട്ടവരെ, 23 വാക്കുകളുള്ള 135 സങ്കീർത്തനം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ട്. ഇതൊരു ആരാധനാ ഗീതമാണ്. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഇതൊരു രാത്രി ആരാധനയുടെ സന്ദർഭത്തിൽ പാടുന്ന ഗാനമായിരിക്കും. ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ, ദൈവത്തിന്റെ ഭക്തരെ, കർത്താവിന്റെ ദാസന്മാരെ നിങ്ങൾ സ്തുതിക്കുവിൻ. കാരണം കർത്താവ് നല്ലവനും അവന്റെ നാമം മധുരവുമാണ്. യാക്കോബിനെയും ഇസ്രായേലിനെയും അവിടുന്ന് തനിക്കായിട്ട് തെരഞ്ഞെടുത്തു. കർത്താവ് മഹാനാണ്, എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ്. സ്വർഗത്തിലും ഭൂമിയിലും കടലുകളിലും കരയിലും അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. ഈജിപ്തിലുണ്ടായ ബാധകളെയും ഈജിപ്തിൽ നിന്ന് ജനത്തെ വിമോചിപ്പിച്ചതിനെയും സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ കേൾക്കാനോ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥ ദൈവമായിട്ടുള്ള യഹോവയെ വാഴ്ത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദൈവ വിശ്വാസം, ദൈവം ഏകനാണെന്നും ആ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും നമുക്ക് ഏറ്റുപറയാം. ഈശോയെ ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയാം. അതിനുവേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ യാതൊരു വിഷമവുമില്ലാതെ കർത്താവിനെ ഏറ്റുപറയുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250 പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.